ക്വസ്റ്റ്യൻ 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 150 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 30 സെക്കൻഡ് എടുത്താൽ അതിൻ്റെ വേഗത എന്ത്? 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 150 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 30 സെക്കൻഡ് എടുത്താൽ അതിൻ്റെ വേഗത എന്ത്? ആൻസർ ഓപ്ഷൻ സി 48 കിലോമീറ്റർ പെർ മണിക്കൂർ. എങ്ങനെയാണ് 48 കിലോമീറ്റർ പെർ മണിക്കൂർ കിട്ടിയെന്ന് നോക്കാം. വേഗത കാണാനുള്ള ഇക്വേഷനാണ് എന്താണ്? വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം. വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം. ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 150 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 30 സെക്കൻഡ് എടുത്താൽ അതിൻ്റെ വേഗത. അപ്പോൾ 250 മീറ്റർ നീളമുള്ള ട്രെയിനും 150 മീറ്റർ നീളമുള്ള ഒരു പാലവും. അപ്പോൾ ട്രെയിനിൻ്റെ നീളത്തിൻ്റെയും പാലത്തിൻ്റെ നീളത്തിൻ്റെയും ആകെ തുകയാണ് ദൂരമായി കണക്കാക്കേണ്ടത്. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് 250 + 150 ഈക്വൽ ടു 400 മീറ്റർ. സമയം തന്നിട്ടുണ്ട് 30 സെക്കൻഡ്. നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ മണിക്കൂറാണ്. സമയം തന്നിരിക്കുന്നത് 30 സെക്കൻഡ്. അതുപോലെ ദൂരം 400 മീറ്ററാണ്. അപ്പോൾ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കണം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കണം. ഇവിടെ മീറ്റർ പെർ സെക്കൻഡാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ മണിക്കൂറാണ്. അപ്പോൾ അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് 400 മീറ്റർ, സമയം എന്ന് പറയുന്നത് 30 സെക്കൻഡ്. അപ്പോൾ 400/30 × 18/5 സോൾവ് ചെയ്യുമ്പോൾ 40/3 × 18/5 720/15 48 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് കിട്ടും. ഇവിടെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കി. അപ്പോൾ 18/5 കൊണ്ട് ഗുണിച്ചു. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണം. നേരെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കുമ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? ആൻസർ ഓപ്ഷൻ എ 30. എങ്ങനെ 30 കിട്ടിയെന്ന് നോക്കാം. 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് കാണാൻ ആദ്യം 10നെയും 100നെയും 3 കൊണ്ട് ഹരിച്ചിട്ട് കുറയ്ക്കണം. ആദ്യം 10നെ 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 3.33 എന്ന് കിട്ടും. അത് 3 എന്ന് എടുക്കുക. അടുത്തത് 100നെ 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 33.33 എന്ന് വരും. അതിൽ 33 ആക്കി എടുക്കുക. അപ്പോൾ എന്നിട്ട് 33 - 3 30. അപ്പോൾ 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 30. ആദ്യം 10നെ 3 കൊണ്ട് ഹരിക്കുക, അതുപോലെ 100നെയും 3 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് ഡിഫറൻസ് കാണുക. ആ സംഖ്യയായിരിക്കും നിശ്ശേഷം ഹരിക്കാവുന്ന സംഖ്യ. അടുത്ത ക്വസ്റ്റ്യൻ 4000 രൂപ 10% പലിശ നിരക്കിൽ ഇരട്ടിക്കാൻ എത്ര വർഷം കഴിയണം? 4000 രൂപ 10% പലിശ നിരക്കിൽ ഇരട്ടിക്കാൻ എത്ര വർഷം കഴിയണം? ആൻസർ ഓപ്ഷൻ ബി 10. എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. 6% പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക ഇരട്ടിക്കാൻ എടുക്കുന്ന വർഷം ഈക്വൽ ടു 100/6. ഇവിടെ 6 എന്ന് പറയുന്നത് 10%. അപ്പോൾ 100/10. 100/10 എന്ന് പറയുമ്പോൾ 10. അപ്പോൾ 4000 രൂപ 10% പലിശ നിരക്കിൽ ഇരട്ടിക്കാൻ എടുക്കുന്ന വർഷം എന്ന് പറയുന്നത് 10 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ 500 രൂപയുടെ ഹെഡ്സെറ്റ് 15% വില കൂട്ടിയ ശേഷം 15% വില കുറയുന്നുവെങ്കിൽ ലാഭമോ നഷ്ടമോ? എത്ര രൂപ? 500 രൂപയുടെ ഹെഡ്സെറ്റ് 15% വില കൂട്ടിയ ശേഷം 15% വില കുറയുന്നുവെങ്കിൽ ലാഭമോ നഷ്ടമോ? എത്ര രൂപ? ആൻസർ ഓപ്ഷൻ ഡി നഷ്ടം 11.25 രൂപ.
സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കച്ചവടത്തിൽ X% ലാഭവും X% നഷ്ടവുമായാൽ മൊത്തത്തിലുള്ള നഷ്ടശതമാനം എന്ന് പറയുന്നത് X²/100 ആയിരിക്കും. ഒരു കച്ചവടത്തിൽ X% ലാഭവും X% നഷ്ടവുമായാൽ മൊത്തത്തിലുള്ള നഷ്ടശതമാനം എന്ന് പറയുന്നത് X²/100 ആയിരിക്കും. ഇവിടെ 15% ലാഭവും അതുപോലെ 15% നഷ്ടവുമാണ്. അപ്പോൾ ഇവിടെ X എന്ന് പറയുന്നത് 15. അപ്പോൾ 15²/100 = 2.25% നഷ്ടം. അപ്പോൾ 500ൻ്റെ 2.25% എന്ന് പറഞ്ഞാൽ 500 × 2.25/100 = 11.25 രൂപ. അപ്പോൾ നഷ്ടം എന്ന് പറയുന്നത് 11.25 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, 4x = 4/2x ആയാൽ എക്സിൻ്റെ വില എന്ത്? 4x = 4/2x ആയാൽ എക്സിൻ്റെ വില എന്ത്? ആൻസർ ഓപ്ഷൻ ബി 2/3. സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. 4x = 4/2x എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എക്സിൻ്റെ വിലയാണ് കാണുന്നത്. അപ്പോൾ 4x = 4/2x എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4x × 2x = 4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ 4x × 2x = 4. അപ്പോൾ 4xനെ എങ്ങനെ എഴുതാം? 4നെ എങ്ങനെ എഴുതാം? 2² എന്ന് എഴുതാം. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 2x × 2x = 4നെ 2² എന്ന് എഴുതാം. അപ്പോൾ 2². അപ്പോൾ 2²x × 2x = 2². ഇനി നമുക്കൊരു ഇക്വേഷൻ വെച്ച് എങ്ങനെ എഴുതാം? Am × An = Am+n. Am എന്ന് പറയുന്നത് 2² × 2x. 2x എന്ന് പറയുന്നത് An = Am+n എഴുതാം. അപ്പോൾ 2x + 1x = 3x. അപ്പോൾ 2×3x = 2². അപ്പോൾ 3x എക്സിൻ്റെ വിലയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ 3xനെ എടുക്കുക. 3x = 2. അപ്പോൾ x = 2/3. അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് 2/3 ആണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 4x = 4/2x ആയാൽ എക്സിൻ്റെ വില എന്ന് പറയുന്നത് 2/3. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച 5 ക്വസ്റ്റ്യൻസാണ്. അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.